ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ അറിവില്ലായ്മയും അതുമൂലമുണ്ടാകുന്ന പിടിവാശിയും ഒപ്പം അഹങ്കാരവും ഒരു ഭരണസമിതിയെ തന്നെ ഇല്ലാതാക്കുന്ന കാഴ്ചയിലേക്കാണോ പാലാ നഗരസഭ നീങ്ങുന്നത്? നഗരസഭാ ഭരണസമിതിക്ക് പോലും ചെയ്യാനാവാത്ത നഗരസഭാ കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയ കയ്യേറി ഓട്ടോ സ്റ്റാൻഡ് സ്ഥാപിച്ചു കൊടുത്ത ബിജു മാത്യൂസിന്റെ പിടിപ്പുകേടിന്റെ പരിണിത ഫലമായി നഗരസഭയിലുണ്ടായ സംഘർഷം ഒരു ഭരണമാറ്റത്തിലേക്ക് വഴിതെളിക്കുന്നു. ബിജു മാത്യൂസിനെ പിന്താങ്ങി കോൺഗ്രസ് കാണിച്ച മണ്ടത്തരം നഗരസഭയിലെ UDF ഭരണത്തിന് അന്ത്യം കുറിച്ചേക്കാമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കോൺഗ്രസ് നേതൃത്വവുമായി സമവായ ചർച്ച തീരുമാനിച്ച സമയത്ത് തന്നെ തന്നിൽ വിശ്വാസമില്ലെന്ന് 5 കോൺഗ്രസ് കൗൺസിലർമാരും നിലവിലെ വൈസ് ചെയർപേഴ്സൺ മായ രാഹുലും ചേർന്ന് എഴുതി ഒപ്പിട്ട് UDF നേതൃത്വത്തിന് കൊടുത്ത കത്ത് അത് പുറത്തു വന്നതോടെ മുട്ടുമടക്കാൻ തയ്യാറാവാതെ ചെയർപേഴ്സൺ ദയാബിനു മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതോടെ ഏതാനും മാസം മാത്രം കൈമോശം വന്ന നഗരസഭാ ഭരണം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും തിരികെ കിട്ടാനും സാധ്യതയേറി. കോൺഗ്രസ് വിമതയായി മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മായ രാഹുലിനെ ചെയർപേഴ്സണാക്കാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിന്തുണയ്ക്കുമെന്ന വ്യാമോഹമാണ് കോൺഗ്രസിനുള്ളത്. അങ്ങനെ വന്നാൽ വീണ്ടും ബിജു മാത്യൂസ് കാണിച്ചു കൂട്ടാൻ സാധ്യതയുള്ള കോമാളിത്തരങ്ങൾക്കൊക്കെ വീണ്ടും കുടപിടിക്കേണ്ടി വരുന്ന അധപതനത്തിലേക്ക് മാണി ഗ്രൂപ്പ് വീഴുമോ എന്നാണ് പുലിക്കണ്ടം പ്രദേശ് ചോദിക്കുന്നത്. നിലവിൽ സ്വതന്ത്ര കൂട്ടായ്മയുടെ പിന്തുണയില്ലാതെ UDF ഭരണസമിതിക്ക് നിലനിൽപ്പില്ലെങ്കിലും ഈ ഭരണസമിതി നിലംപൊത്തിയാൽ LDFന് പാലാ നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കാൻ സാധിക്കും. പുലിക്കണ്ടം പ്രദേശത്തിന്റെ പിന്തുണ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്വീകരിക്കാനോ തിരിച്ച് പിന്തുണയ്ക്കാനോ സാധ്യതയില്ലെങ്കിലും വോട്ടെടുപ്പിൽ നിന്ന് സ്വതന്ത്ര കൂട്ടായ്മയിലെ കൗൺസിലർമാർ വിട്ടുനിന്നാൽ ഭരണം വീണ്ടും ജോസ് കെ മാണിയുടെ കരങ്ങളിലെത്തും. പക്ഷേ ഭരണം സുഗമമായി പോകില്ല. കാരണം പുലിക്കണ്ടം എപ്പോഴും മീശ മാധവനെ പോലെ മീശ പിരിച്ചുകൊണ്ടിരിക്കും. അതാ മാണി ഗ്രൂപ്പിനെ രസിക്കില്ല. ആവശ്യമില്ലാത്ത ചീത്തപ്പേരുണ്ടാക്കും മാണി ഗ്രൂപ്പിന്. പുലിക്കണ്ടവുമായി യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിനും മാണി ഗ്രൂപ്പ് തയ്യാറല്ല. ഒരുപക്ഷെ കോൺഗ്രസിനെയും UDFനെയും പിന്തുണച്ചാലും പുലിക്കണ്ടത്തിന് 7 അയലത്ത് അടുപ്പിക്കില്ല മാണി ഗ്രൂപ്പ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.